നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ ഇഡി വീണ്ടും കോടതിയിലെത്തിയിരിക്കുന്നു. കള്ളപ്പണ ഇടപാട് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രമക്കേടിലൂടെ നേടിയ സ്വത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചെന്നും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനായാണ് യങ് ഇന്ത്യ എന്ന കമ്പനി ഉണ്ടാക്കിയതെന്നും യങ് ഇന്ത്യക്ക് ബിസിനസ് സംബന്ധമായ പ്രവർത്തനങ്ങളില്ലെന്നും യങ് ഇന്ത്യയുടെ ഓഹരിയും സ്വത്തും വാടക വരുമാനവും കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നുമാണ് ഇഡി കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ കെട്ടിട വാടക ഇനത്തിലും കള്ളപ്പണ ഇടപാട് നടത്തിയെന്നും ഇഡി ഉന്നയിക്കുന്നുണ്ട്. ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനാൽ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് കേസിന്റെ കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകാൻ ജഡ്ജി ഇഡിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്താണ് ഇഡി ഉന്നയിക്കുന്നത്? എന്തൊക്കെയാണ് ഈ യങ് ഇന്ത്യയും നാഷണൽ ഹെറാൾഡും ഒക്കെ? എന്താണ് ഈ വിവാദം? ആരാണ് കുറ്റക്കാർ? വിശദമായി പരിശോധിക്കാം. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. 1938 സെപ്റ്റംബർ 9 ജവഹർലാൽ നെഹ്റു ലക്നൌവിൽ തുടക്കം കുറിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. രാജ്യത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾക്ക് വാക്കുകളിലൂടെ മൂർച്ച കൂട്ടാൻ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് എന്ന കമ്പനിയായിരുന്നു പത്രത്തിന്റെ പ്രസാധകർ. 5000 സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓഹരി ഉടമകളാക്കിയായിരുന്നു പത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ബ്രിട്ടീഷ് ഭരണകൂടത്തെ വലിച്ചു കീറുന്ന നെഹ്റുവിന്റെ ലേഖനങ്ങൾ പത്രത്തിന്റെ ജനശ്രദ്ധ വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ എന്നല്ല ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. പക്ഷേ 1942 ക്വിറ്റ് ഇന്ത്യ സമരഘട്ടത്തിൽ ബ്രിട്ടീഷ് സർക്കാർ പത്രം അടച്ചുപൂട്ടി. നെഹ്റു തന്നെയായിരുന്നു പത്രത്തിന്റെ പത്രാധിപർ. 1945 പത്രം പുനരാരംഭിച്ചു. സ്വാതന്ത്ര്യാനന്തരം നെഹ്റു പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പത്രാധിപ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെ മുഖപത്രമായി പിന്നീട് അത് മാറി. 1968 ഒക്കെ ആയപ്പോഴേക്കും പത്രം ഡൽഹിയിലും ലക്നൌവിലും പുതിയ എഡിഷനുകൾ ആരംഭിച്ചു. 2008 ആകുമ്പോഴേക്കും പത്രം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായി. 2008 ഏപ്രിൽ 1 പത്രം താത്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനവും ഉണ്ടായി. സ്വാതന്ത്ര്യാനന്തരം പത്രവിപണിയിൽ ഉണ്ടായ മത്സരയോട്ടത്തിനൊപ്പം എത്താനാകാത്തതോടെയായിരുന്നു ആ പടിയിറക്കം. വൻ നഷ്ടത്തിലായ കമ്പനിക്ക് കോൺഗ്രസ് കടമായി 90.25 കോടി നൽകി. എന്നാൽ ഈ തുക തിരിച്ചടയ്ക്കാൻ AJLന് സാധിച്ചില്ല. ഇതോടെ വായ്പാ തുക 9.02 കോടിയുടെ ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റി. അങ്ങനെയിരിക്കെ 2010 സോണിയയും രാഹുൽ ഗാന്ധിയും പ്രധാന ഷെയർ ഹോൾഡേഴ്സായി യങ് ഇന്ത്യ എന്ന പുതിയൊരു സ്ഥാപനം തുടങ്ങി. 38% ഷെയർ ആയിരുന്നു ഇരുവർക്കുമായി ഉണ്ടായിരുന്നത്. മൊത്തം 76%. മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ് എന്നിവർ 24% ഓഹരി. മൊത്തം മൂലധന നിക്ഷേപം 5 ലക്ഷം രൂപ. നാഷണൽ ഹെറാൾഡ് പൂട്ടുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി നൽകിയ 90 കോടി തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി AJLന്റെ ഓഹരികൾ യങ് ഇന്ത്യ 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. കോൺഗ്രസിന്റെ വായ്പാ തുക ഷെയറുകളാക്കി മാറ്റിയതും ഇതിൽപ്പെടും. പിന്നാലെയാണ് 2012 ഇരുവർക്കുമെതിരെ പരാതിയുമായി സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ ഇന്ത്യൻ നിയമ നീതിന്യായ മന്ത്രിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി എത്തുന്നത്. സോണിയയും രാഹുലും സ്വന്തമാക്കിയ AJLന്റെ ആസ്തി 2000 കോടിയാണെന്ന് പറഞ്ഞായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ രംഗപ്രവേശം. ഡൽഹിയിലും മുംബൈയിലും ലക്നൌവിലുമായി AJLന് കോടികളുടെ റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളുണ്ട്. AJLന്റെ 99% ഷെയറും സ്വന്തമാക്കുന്നതിലൂടെ യങ് ഇന്ത്യ ഈ സ്വത്തുക്കൾ കൂടിയാണ് സ്വന്തമാക്കിയത് എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതരാകുന്നതിനും മുന്നേ ആയിരുന്നു അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും പാർട്ടി വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്കും കോടതിയിൽ ഹാജരാകേണ്ടി വന്നത്. പിന്നാലെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറി. ന്യൂഡൽഹിയിലെ 24 അക്ബർ റോഡിലുള്ള പാർട്ടി ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളും അംഗങ്ങളും പൂർണ്ണ ശക്തിയോടെ സന്നിഹിതരായിരുന്നു. കോടതിക്കുള്ളിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടപടികൾ അവസാനിച്ചു. പിന്നീട് കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സുപ്രീം കോടതി ഒഴിവാക്കി. പക്ഷേ ദീർഘകാല നിയമ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. പിന്നീട് ഇഡി കേസ് ഏറ്റെടുത്തു. 2014 ഓഗസ്റ്റിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ വന്നു. അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ ഓഹരികൾ യങ് ഇന്ത്യയിലേക്ക് മാറ്റിയതിന് പിന്നിൽ കൃത്യമായ സാമ്പത്തിക ലാഭമുണ്ടെന്ന് ഇഡി കുറ്റപത്രത്തിൽ പറയുന്നു. യങ് ഇന്ത്യയുടെ രൂപീകരണത്തിലൂടെ കോടികളുടെ സ്വത്ത് കൈക്കലാക്കുക മാത്രമായിരുന്നു ഗൂഢലക്ഷ്യമെന്നും ഇഡി ആരോപിക്കുന്നു. കേസിന്റെ വിചാരണയും അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇനി ഇത്തരം ഇടപാടുകൾ നിയമപരമാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരം ഇടപാടുകൾ സർവ്വസാധാരണമാണ്.
കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് നാഷണൽ ലോ ട്രൈബ്യൂണൽ പോലെ ഒരു റെഗുലേറ്ററി ട്രൈബ്യൂണലിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. പക്ഷേ ഇവിടെ AICC ലോൺ കൈമാറിയിരിക്കുന്നതിൽ ഒരു റെഗുലേറ്ററി ബോഡിയും ഭാഗമായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. AJLന് പണം കൈമാറിയത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ആയിരുന്നില്ല. അത് ഒരു ലോണായിട്ടുമല്ല നൽകിയത്, സഹായമായിട്ടായിരുന്നുവെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ചാരിറ്റി ലക്ഷ്യം വെച്ചാണ് യങ് ഇന്ത്യ രൂപീകരിച്ചത്. ഓഹരി കൈമാറ്റം വാണിജ്യപരമായ ഇടപാട് മാത്രം, നിയമലംഘനമല്ലെന്നും വിശദീകരണം. രാഷ്ട്രീയ പ്രേരിതമാണ് കേസിൽ ഇരു നേതാക്കൾക്കുമെതിരെയുള്ള കുറ്റപത്രമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പക്ഷേ യങ് ഇന്ത്യ 50 ലക്ഷം രൂപയ്ക്ക് AJLന്റെ ഓഹരികൾ ഏറ്റെടുത്തത് ഇടപാടിന്റെ ഔചിത്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗാന്ധി കുടുംബത്തിന് 76% ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിക്ക് AJLന്റെ ഉടമസ്ഥാവകാശം നൽകിയത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് വിശദീകരിക്കണം. കടം വാങ്ങലിനായി യങ് ഇന്ത്യ ലിമിറ്റഡിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ എന്തായിരുന്നു? AJLന്റെ യഥാർത്ഥ ഓഹരി ഉടമകളുടെ അംഗീകാരം എന്തുകൊണ്ട് വാങ്ങിയില്ല? തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വിഷയത്തിൽ ED കൂടി ഇടപെട്ടിട്ടുണ്ട്. സോണിയയ്ക്കും രാഹുലിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. AJL ഏറ്റെടുക്കാൻ സോണിയയും രാഹുലും ക്രിമിനൽ ഗൂഢാലോചന നടത്തി. 5000 കോടി രൂപയുടെ വിപണി മൂല്യമുള്ള സ്വത്തുക്കൾ ഇരുവരും കൈക്കലാക്കി. അസോസിയേറ്റഡ് ജേർണൽ ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടത്തി. കോൺഗ്രസ് വായ്പ നൽകിയത് AJLന്, ഷെയറാക്കി മാറ്റിയത് യങ് ഇന്ത്യ. കുറ്റപത്രത്തിനൊപ്പം തെളിവുകളും ED കോടതിക്ക് കൈമാറി. ഇങ്ങനെയാണ് കുറ്റപത്രത്തിലെ വിശദീകരണങ്ങൾ. ഇങ്ങനെ ED ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിടുക്കവും എല്ലാം വസ്തുതയാണെങ്കിലും ഇത് പൂർണ്ണമായും രാഷ്ട്രീയ ലാഭത്തിനായി കെട്ടിച്ചമച്ച ഒരു കേസല്ല. അത് നിയമപരമായ കുറേയേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എപ്പോഴും കോൺഗ്രസിനെതിരെ ഉയർത്താവുന്ന ഒരു വടിയായി അത് നിലനിൽക്കുന്നുവെന്നതും വസ്തുതയാണ്. കോട്ട് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.